മുനിസിപ്പാലിറ്റിയിലെ അധികാരികൾ ഇത് കണ്ണു തുറക്കണം. ലക്ഷങ്ങൾ ടാക്സ് വരുന്ന ഒരു മുനിസിപ്പാലിറ്റി. ഹായ് പടപ്പാളെ, നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ ബൈപ്പാസിലാണ്. കോട്ടക്കൽ ബൈപ്പാസിൽ താഴെ ഫോട്ടോ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം എന്ന് പറഞ്ഞാൽ 2 മാസം മുമ്പ്. ഇതിൽ അടിയിൽ കുറേ കച്ചവടങ്ങൾ, പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനെ മീൻ. അപ്പോൾ ഇത് അനധികൃതമായിട്ടാണെന്ന് പറഞ്ഞിരിക്കാണ്ട് ഇത് കുറച്ച് മുമ്പൊക്കെ കുറേ വീഡിയോകൾ വന്നിരുന്നു. പൊളിച്ചു മാറ്റലും JCB വന്ന് പൊളിച്ചു മാറ്റലുകളൊക്കെ ഉണ്ടായി. സംഭവം അനധികൃതമാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യൂല. രാത്രി നേരം വെളുക്കുമ്പോൾ JCB ആയിട്ട് വന്നിക്കാണ്ട് ഈ സാധാരണക്കാരെ പാവങ്ങളുടെ കടയൊക്കെ പൊളിക്കാനുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു. ആ ആവേശം ഇവിടെ ഒരു ലൈറ്റ് കത്തിക്കുന്നതിൽ ഇവർ ആരും കാണിച്ചില്ല. കോട്ടക്കൽ നഗരസഭൻ്റെ അടുത്താണ് ഈ ബൈപ്പാസ്. ഈ നേരം വെളുക്കുമ്പോഴത്തിന് JCB ബന്ധിച്ച് ഓരോ സാധാരണക്കാരെ കട പൊളിക്കേണ്ട അത്ര ബുദ്ധിമുട്ടില്ല ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റുമ്പോൾ ലൈറ്റ് കത്തിക്കൽ. അപ്പോൾ ഇതിനൊന്നും ശ്രദ്ധിക്കാൻ ഇവിടുത്തെ ഈ നഗരസഭാ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും നേരമില്ല. സാധാരണക്കാരൻ 10 റുപ്യ ഉണ്ടാക്കാൻ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ടോ അത് ഒഴിവാക്കിച്ചാനും അതിന് പോലീസുകാരെ കൂട്ടി രാത്രിക്ക് രാമായണം വന്ന് നീക്കാനും ഒക്കെ അവിടെ കഴിയും. ഇതിന്ന് മനസ്സിലാക്കുന്നത് എന്താ, നിയമത്തിൻ്റെ വഴിക്കൊന്നല്ല നടക്കുന്നത്, ഓരോ ആളുകളുടെ ആവശ്യാനുസാരനാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജംഗ്ഷനിൽ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ലേറ്റ് ചെയ്തു. ആ കച്ചവടങ്ങൾ പോയപ്പോഴാണ് ഈ ലൈറ്റിൻ്റെ അവസ്ഥ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ തല മുതൽ ആ തല വരെ ഒരു ലൈറ്റും കത്തുന്നില്ല. അപ്പോൾ ലൈറ്റ് കത്താത്ത കറണ്ട് ഇല്ലായിട്ടാണെന്നുള്ള കമൻറ്റ് പറയണ്ട. കറണ്ട് നല്ല ഉഷാറായിട്ട് കറണ്ടും ഉണ്ട്. അപ്പോൾ കറണ്ട് ഇല്ലായിട്ടും കത്താത്ത അപ്പോൾ ബൾബിൻ്റെ കുഴപ്പമാണ്. ഏതായാലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ചിന്തിക്കണം. കച്ചവടക്കാർ അനധികൃതമാണെങ്കിൽ ഒഴിപ്പിക്കണം, പക്ഷേ അത് ഒരാളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിപ്പിക്കരുത്. അതിനെന്തെങ്കിലും അവർക്ക് വീണ്ടും തുടർന്ന് പോകാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഒഴിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഏതിരുന്നാലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ലൈറ്റുകളൊന്ന് പ്രകാശിപ്പിക്കാനുള്ള ഒരു സുമനസ്സ് ഇതിൻ്റെ അധികാരികൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.